والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഈ ജീവിതം. ഈ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപിടിച്ചതും അസുലഭമായ അവസരങ്ങളുമാണ്. എന്നാൽ മനുഷ്യൻ വളരെ ബലഹീനനും തെറ്റുകുറ്റങ്ങൾ നിറഞ്ഞവരുമാണ്. കാരുണ്യവാനായ അല്ലാഹു ഇതിനെയും പരിഗണിച്ചുകൊണ്ട് വിലപിടിച്ച ഈ ജീവിതത്തിനിടയിൽ വളരെ അമൂല്യമായ ചില സമയങ്ങളും സന്ദർഭങ്ങളും വച്ചിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോടുകൂടി ആരംഭിക്കുന്ന ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഈ ദിനരാത്രങ്ങൾ നമ്മൾ പ്രത്യേകം പ്രയോജനപ്പെടുത്തണം. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഇതിന്റെ മഹത്വം ധാരാളമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട്. സൂറത്തുൽ ഫജ്ർ അതിന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നു, വൽ ഫജ്രി വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങളെ കൊണ്ട് തന്നെയാണ് സത്യം. പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ വലിയൊരു വിഭാഗത്തിന്റെ അഭിപ്രായം ഇതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ്. ഈ ദിനരാത്രങ്ങളിൽ പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മമൊഴിച്ച് വേറെ പ്രത്യേകം കർമ്മങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഹാജിമാരായ സഹോദരങ്ങൾ ദുൽഹജ്ജ് 8ഓടുകൂടി ഹജ്ജിലേക്ക് പ്രവേശിക്കും. അതിനു മുമ്പുള്ള ഈ ദിനരാത്രങ്ങൾ ഹജ്ജിന്റെ ഒരുക്കത്തിലായി കഴിയണം. എന്നാൽ ഹജ്ജിന് പുറപ്പെടാൻ സാധിക്കാതിരുന്ന നമ്മളെപ്പോലെയുള്ള സാധുക്കളായ ആളുകൾക്കും റഹ്മാനായ റബ്ബ് ഈ ദിനരാത്രങ്ങളുടെ ഐശ്വര്യം കരസ്ഥമാക്കാൻ വഴികൾ തുറന്നു തന്നിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ പാപങ്ങളിൽ നിന്നും അകന്നു കഴിയലാണ്. അല്ലാഹു അത് പാലിക്കാനും മരണം വരെയും ഈ ഒരു ഗുണം നിലനിർത്താനും മദവി നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, ഫർദായ കാര്യങ്ങൾ നിഷ്ഠയോടുകൂടി നിർവഹിക്കലാണ്. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം. ഇത് നിഷ്ഠയോടുകൂടി നിർവഹിക്കലാണ്. അതുപോലെ ഈ ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതിന് വലിയ പ്രാധാന്യം പറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അധികമായി നമ്മൾ ഈ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാൻ, പ്രത്യേകിച്ചും നോമ്പ് ഖദാ വന്നിട്ടുള്ള സഹോദരീ സഹോദരന്മാർ ഈ ദിവസങ്ങളിൽ നോമ്പ് ഖദാ വീട്ടാൻ പരിശ്രമിക്കേണ്ടതാണ്. കൂടാതെ കുടുംബബന്ധം ചേർക്കുക,
പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും കഴിയുക. ഇതും ഈ ദിനരാത്രങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വികാരഭരിതനായി പറഞ്ഞു, അല്ലയോ കഅബ, നീ എത്ര പരിശുദ്ധമാണ്, മഹോന്നതമാണ്. പക്ഷേ ഓരോ സഹോദരന്റെയും അഭിമാനം നിന്നേക്കാളും ആദരണീയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് ഒന്നാമതായി ദിനരാത്രങ്ങൾ നമ്മൾ പാപങ്ങൾ ഉപേക്ഷിക്കണം. രണ്ടാമതായി ഫർദുകൾ അനുഷ്ഠിക്കണം. മൂന്നാമതായി കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ പ്രവർത്തിക്കണം. അതായത് സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കണം. അതിലെ റുക്കൂഅ് സുജൂദുകൾ അല്പം നീട്ടാൻ പരിശ്രമിക്കണം. ഹാജിമാര് പരിശുദ്ധ കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് വികാരഭരിതരായി തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ തവാഫിൽ അവർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുന്നു. നമുക്ക് തവാഫ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും ആ ദിക്ർ ചൊല്ലാൻ സാധിക്കും. ഈ ദിക്ർ അധികമായി ചൊല്ലിക്കൊണ്ടിരിക്കും. ഹാജിമാര് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം പറയുന്നു. നമുക്കവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പരിശുദ്ധമായ സലാത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചെല്ലാൻ സാധിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലം അധികമായി ചൊല്ലിക്കൊണ്ടിരിക്കും. അധികമായി ഖുർആനോദി. മദ്രസകൾക്കും മറ്റും അവധി നൽകപ്പെടുന്നത് നിങ്ങൾ വീടുകളിൽ പോയി അധികമായി ഖുർആനോദാനാണ്. ഓരോ ദിവസവും 3 ജുസ് വീതം ഓതിക്കഴിഞ്ഞാൽ ദുൽഹജ്ജ് 10 ഒരു ഖത്മ നമുക്ക് തീർക്കാൻ സാധിക്കും. കൂടാതെ ഹജ്ജിന്റെ വലിയൊരു മഹത്വം പറയപ്പെടുന്നത് ആരെങ്കിലും ഹജ്ജ് നിർവഹിച്ചാൽ അവരുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെടും, ഉമ്മ പ്രസവിച്ച ദിവസം പോലെയാകും എന്നുള്ളതാണ്. പരിശുദ്ധമായ ഹദീസുകളിൽ വേറെയും നന്മകൾക്ക് ഇതുപോലുള്ള പ്രതിഫലം പറയപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പ്രവർത്തിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി നല്ല നിലയിൽ വുളൂ ചെയ്യുന്നതും അതിനുശേഷം നമസ്കരിക്കുന്നതും ഉമ്മ പ്രസവിച്ചതുപോലെ പാപം പൊറുക്കപ്പെടാൻ കാരണമായി തീരും. അത്തർഗീബ് വത്തർഹീബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി ആരെങ്കിലും വുളൂ നിർവഹിച്ചു കഴിഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം 3 പ്രാവശ്യം പറഞ്ഞാൽ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് അമലുൽ യൗമി വൽ ലൈല. ഇനി അവൻ എഴുന്നേറ്റ് നമസ്കരിച്ചാൽ, നിന്ന് നമസ്കരിച്ചാൽ, നമസ്കാരത്തിൽ അല്ലാഹുവിനെ വാഴ്ത്തിയാൽ അപ്പോഴും ഉമ്മ പ്രസവിക്കപ്പെട്ടതുപോലെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റവാഹു മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ലാഹു അരുളുന്നു, ഞാൻ എന്റെ ദാസനെ ഏതെങ്കിലും നിലയിൽ പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിന്റെ പേരിൽ അവനെന്നെ വാഴ്ത്തുകയും ചെയ്താൽ അവൻ ഉമ്മ വെച്ച ദിവസം പോലെ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നതാണ്. മുസ്നദ് അഹ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി നമസ്കാരങ്ങൾക്ക് ശേഷം നമസ്കാര സ്ഥലത്ത് കഴിച്ചുകൂട്ടുന്നതും നമസ്കാര സ്ഥലങ്ങളിലേക്ക് നടന്നു പോകുന്നതും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നന്നായി വുളൂ ചെയ്യുന്നതും ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം പോലെ പാപം പൊറുക്കപ്പെടാൻ കാരണമാണ്. മുസ്നദ് അഹ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി ആരെങ്കിലും പാതിരാത്രി പെട്ടെന്ന് എഴുന്നേറ്റു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ അവന്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. റവാഹു തബറാനി. സുബഹി നമസ്കാരത്തിന് ശേഷം നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുകയും സൂര്യോദയത്തിന് ശേഷം 2-4 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ഉമ്മ പ്രസവിക്കപ്പെട്ടതുപോലെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് അമലുൽ യൗമി വൽ ലൈല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി നടന്നാൽ
ഓരോ ചുവടിനും ഓരോ നന്മകൾ എഴുതപ്പെടുന്നതാണ്. അവന്റെ ശുപാർശയിലൂടെ ആ സഹോദരന്റെ ആവശ്യം നിർവഹിക്കപ്പെട്ടാൽ അവന്റെ ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം പോലെ അവൻ പാവപരിശുദ്ധനാകുന്നതാണ്. മുസ്നദ് അബൂ യഅല. മയ്യിത്ത് കുളിപ്പിക്കുന്ന ആരെങ്കിലും മയ്യിത്ത് കുളിപ്പിച്ചാൽ അവന്റെ ഉമ്മ പ്രസവിക്കപ്പെട്ടതുപോലെ പരിശുദ്ധനാകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്നദ് അഹ്മദ്. ജമാഅത്ത് നമസ്കാരത്തിൽ ആരെങ്കിലും പങ്കെടുത്താൽ, വീട്ടിൽ നിന്നും വുളൂ ചെയ്ത് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ അവന് ഹാജിയുടെ പ്രതിഫലം ലഭിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിജ്ഞാനം പഠിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും മസ്ജിദുകളിലേക്ക് പോയാൽ അവന് കാജിരി ഹാജിൻ താമൻ ഹജ്ജത്തുഹു, സമ്പൂർണ്ണ ഹജ്ജ് നിർവഹിച്ചവന്റെ കൂലി ലഭിക്കുമെന്ന് റസൂലുള്ളാഹി പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തർഗീബ് വത്തർഹീബ്. നമസ്കാരത്തിന് ശേഷം തസ്ബീഹും തഹ്മീദും തഹ്ലീലും ചെല്ലുന്നത് അതിലൂടെ നിങ്ങൾക്ക് എല്ലാവരെക്കാളും മുൻകടക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹുൽ ബുഖാരി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം നന്മകൾ നമ്മൾ പ്രവർത്തിക്കണം. ഈ നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നന്മ നാം ഉദ്ഹിയ അറുക്കലാണ്, ബലിമൃഗത്തെ അറുക്കലാണ്. ഇതാണ് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നന്മയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാമ്പത്തിക ശേഷിയുള്ളവർ, നമ്മളിൽ ആർക്കാണ് ശേഷിയില്ലാത്തൊരു ശേഷിയുള്ളവർ ഉദ്ഹിയയെ വാങ്ങണം, അതിനെ ഓമനിക്കണം, വളർത്തണം, എന്നിട്ട് അറുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽഹജ്ജ് 10 ഒരു ദാസൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം മൃഗത്തെ ബലിയറുക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിൽ ആ മൃഗം അതിന്റെ കൊമ്പോടുകൂടിയും രോമങ്ങളോടുകൂടിയും അത് വരുന്നതാണ്. ഒരു മൃഗത്തെ നിങ്ങൾ ബലി നൽകുമ്പോൾ അതിന്റെ രക്തം ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ സ്വീകാര്യതയിൽ അത് ഭവിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, ഉദ്ഹിയ എന്നാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗമാണ്. ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓരോ രോമത്തിനും പകരം ഓരോ വലിയ കൂലി കിട്ടുന്നതാണ്. ചെമ്മരിയാടിനോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമൃദ്ധമായ രോമങ്ങളുള്ള ചെമ്മരിയാടിന്റെ ഓരോ രോമങ്ങൾക്കും പകരം പ്രതിഫലം ലഭിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയയെ പ്രേരിപ്പിക്കുക മാത്രമല്ല, കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അത് നൽകാത്തരായ ആളുകൾക്ക്. മൻ വജദ സഅതൻ ലിഅൻ യുദ്ഹിയ ഫലം യുദ്ഹി ഫലാ യഹ്ദുർ മുസല്ലാന. ഉദ്ഹിയ അറുക്കാൻ കഴിവുണ്ടായിട്ടും ഉദ്ഹിയ ആരെങ്കിലും മറത്തില്ലെങ്കിൽ അവ നമ്മുടെ കൂട്ടത്തിൽ പെരുന്നാൾ നമസ്കരിക്കാൻ വരേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കടുത്ത പ്രയോഗമാണ്, എന്റെ കൂട്ടത്തിൽ വരണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നത്. സഹോദരങ്ങൾ, നമ്മളിൽ ആർക്കാണ് ശേഷിയില്ലാത്തത്? ഒരു 10,000 രൂപ മുടക്കിക്കഴിഞ്ഞാൽ ഒരു ഷെയർ നമുക്ക് സുഖമായിട്ട് ഷെയർ ഉൾപ്പെടാൻ സാധിക്കും. നമുക്ക് ബലിമൃഗത്തെ അറുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു ആടിനെ മേടിച്ച് നമ്മളെല്ലാവരുടെയും കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് മറിക്കും. ഒന്നും സാധിക്കാത്ത സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, നമ്മുടെ നാടിന്റെ വെളിയിൽ സാധുക്കളായ ആളുകൾക്ക് ഉദ്ഹിയ നൽകുന്ന പദ്ധതി ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഏറ്റവും നല്ലത് നമ്മുടെ നാട്ടിൽ തന്നെ കൊടുക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ പ്രേരിപ്പിക്കുന്നത്. കാരണം ഒന്നാമതായി നമ്മുടെ നാട്ടിലെ സാധുക്കൾക്ക് പ്രയോജനപ്പെടും. രണ്ടാമതായി നമുക്കും കുടുംബത്തിനും മുബാറക്കായ ഐശ്വര്യവത്തായ ഉദ്ഹിയയുടെ മാംസം കഴിക്കാൻ സാധിക്കും. മഹാന്മാരായ മുൻഗാമികൾ ഒരു വർഷം മുഴുവനും ഉദ്ഹിയയുടെ മാംസം ഉപയോഗിച്ചിരുന്നു. കൂടുതലായി ഇറച്ചു തിന്നുന്ന സ്വഭാവം അവർക്കില്ല. പക്ഷെ ഉദ്ഹിയ ധാരാളമായിട്ട് അവർ ഭക്ഷിക്കുമായിരുന്നു. ഇന്ന് നമ്മളത് മാറ്റി ഉദ്ഹിയ അറുക്കുകയില്ല. അല്ലാത്ത മുഴുവൻ അറിവുകളും റബീഉൽ ആഖിറിൽ മഹാനായ മുഹീദ്ദീൻ ഷേഖിന്റെ പേര് പറഞ്ഞുകൊണ്ട് 1111 പോത്തിനെയും കാളയെയും, അതുപോലെ അതിനുശേഷം റിഫായി ഷേഖിന്റെ പേര് പറഞ്ഞുകൊണ്ട് 4444 ആടിനെയും കാളയെയും ഈ മഹാന്മാരെല്ലാവരും കാണിച്ചു തന്നത് അവരുടെ ദിവസങ്ങളിൽ അറുക്കാറില്ല, മറിച്ച് ഉദ്ഹിയ അറുക്കാനാണ് അവർ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഹനഫി മദ്ഹബിൽ ഉദ്ഹിയ അറുക്കൽ നിർബന്ധമാണ്. ഷാഫിഈ മദ്ഹബിൽ ഉദ്ഹിയ മുഅക്കദായ പ്രബലമായ സുന്നത്താണ്. അതായത് ആ നിർബന്ധതയുടെ അടുത്തുള്ളതായ സ്ഥാനത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഉദ്ഹിയ അറുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനുവേണ്ടി പ്രേരിപ്പിക്കണം. അങ്ങനെ ഉദ്ഹിയ കൊടുക്കുന്നവർ അവർ ദുൽഹജ്ജ് 1 മുതൽ അറുക്കുന്നത് വരെയും അവരുടെ രോമങ്ങളും നഖങ്ങളും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞായറാഴ്ച നമ്മളെല്ലാവരും രോമങ്ങളെല്ലാം എടുത്ത് വൃത്തിയാകാൻ പരിശ്രമിക്കണം.
അതിനുശേഷം ഉദുഹിയയുടെ മൃഗങ്ങളെ നമ്മൾ ഓമനിക്കണം, അതിനെ കുളിപ്പിക്കണം, അതിന് ആഹാരം കൊടുക്കണം, അതിനെ സന്തോഷിപ്പിക്കണം. ആ മൃഗവുമായിട്ട് നമ്മൾ ഇണങ്ങിച്ചേരണം. എന്നിട്ടതിനെ അറുക്കുമ്പോൾ നമ്മളുടെ മക്കളെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം മകനെ ബലിയർത്ത, അതുപോലെ നമ്മളുമായിട്ട് വളരെ അടുത്തവരെ ബലി കൊടുക്കുന്ന പ്രതീതി അനുഭവപ്പെടും. ഇത് തന്നെയാണ് വിദേശങ്ങളിൽ കാണുന്നത്. ഞങ്ങൾ ദാർലോ ദൈവമന്ദിർ വെച്ച് ഉദ്ഹിയ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ നിലവിളിച്ചുകൊണ്ട് അതിന് പിന്നാലെ ഓടുകയാണ്. ആടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കുറെ കുഞ്ഞുങ്ങൾ ഓടുന്നതിന് അറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അറുക്കുന്ന സമയത്ത് അറുക്കുന്ന വ്യക്തിയും കരയുന്നു, കുഞ്ഞുങ്ങൾ കരയുന്നു. എത്രയോ ആനന്ദകരമായ കാഴ്ചയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ബലിമൃഗത്തെ ഓമനിക്കണം, നന്നായിട്ട് ആഹാരം കൊടുക്കണം, അതിനെ ഓമനിക്കണം, കുളിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. ഇസ്ലാം ആ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അത് കണ്ടുകൊണ്ടൊരു ഹൈന്ദവ സഹോദരൻ പറയുകയുണ്ടായി, ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്ന പശുവിനെ ഞങ്ങൾ ഇത്രമാത്രം ആദരിക്കാറില്ല, സ്നേഹിക്കാറില്ല. പക്ഷേ മുസ്ലിമീങ്ങൾ എത്ര വലിയ ആദരവാണ് ഈ മൃഗങ്ങൾക്ക് നൽകുന്നത്. മഹാന്മാരതിനെ ചുംബിക്കുമായിരുന്നു, തടകുമായിരുന്നു, അതിനെ കുളിപ്പിക്കുമായിരുന്നു, അതിന്റെ ചവിട്ടും ഉന്തുമെല്ലാം സ്നേഹത്തോടെ കൊള്ളുമായിരുന്നു, അതുമായി കളിക്കുമായിരുന്നു. അതിനുശേഷം ദുൽഹജ്ജ് 10 അല്ലെങ്കിൽ 11, 12, 13 അവർ മൃഗത്തെ കൊണ്ടുവന്ന് അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ അറക്കുമായിരുന്നു. അതിന് മാംസം ബന്ധുമിത്രങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. സ്വന്തമായി ശേഖരിച്ച് സൂക്ഷിച്ച് 1 വർഷം വരെയും അവർ ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നു, നിങ്ങൾ ഇതിൽ പ്രത്യേക ശ്രദ്ധ വേണം. നമ്മൾ മേടിക്കുന്ന വസ്ത്രത്തിന്റെ പൈസ മാത്രമേ സഹോദരങ്ങളെ ഒരു ഉദ്ഹിയയുടെ ഷെയറിനാവുകയുള്ളൂ. അൽഹംദുലില്ലാഹ് ഈ മഹല്ലിൽ ഉദ്ഹിയയുടെ ഷെയറിന്റെ ഏർപ്പാടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഇനി അതില്ല എങ്കിൽ 2-3 സഹോദരങ്ങൾ 4-5 പേര് കൂടി, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മക്കളും വാപ്പയും എല്ലാവരും കൂടി ഒരു മൃഗത്തെ മേടിക്കൽ, മൃഗത്തെ അറുക്കൽ. ഇതാണ് ദുൽഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഈ ദിനരാത്രങ്ങളിലെ അമലുകളെന്ന് മനസ്സിലാക്കി ആദ്യത്തെ വാക്കിലേക്ക് മടങ്ങുകയാണ്. കാരുണ്യവാനായ അള്ളാഹു നമുക്ക് നൽകിയ ജീവിതം വളരെ അമൂല്യമാണ്. ആ അമൂല്യമായ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നഷ്ടങ്ങളെ പരിഹരിക്കാനും അടുത്ത സമയത്തേക്ക് ഒരുക്കങ്ങൾ നടത്താനുമാണ് അള്ളാഹു ഈ ദുൽഹജ്ജ് ആദ്യത്തെ ദിനരാത്രങ്ങൾ പോലെയുള്ള ദിവസങ്ങളെയും രാവുകളെയും നൽകിയിരിക്കുന്നത്. അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒന്നാമതായി പാപങ്ങളെ വർജിക്കണം. രണ്ടാമതായി നിർബന്ധമായ കാര്യങ്ങൾ, ഫർദായ കാര്യങ്ങൾ നിർവഹിക്കണം. മൂന്നാമതായി സുന്നത്തുകൾ നിർവഹിക്കണം. ആ സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് മൃഗത്തെ ബലിയറുക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ അനുഗ്രഹത്തെ കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ മരിച്ചുപോയ സഹോദരീ സഹോദരന്മാർക്ക് മുഴുവൻ മഹത്തുക്കൾക്കും അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം പ്രകാശിച്ചു നിന്നിരുന്ന ധാരാളം നന്മകൾക്ക് കാരണമായ ഉസ്താദ് മൗലാന മുഹമ്മദ് സാലിഹ് മൗലവി അൽ ഖാസിമി അടുത്ത ദിവസം നീണ്ട രോഗങ്ങൾക്ക് ശേഷം ഈ ലോകത്ത് നിന്ന് യാത്രയായി. അള്ളാഹു തആല ഉസ്താദിന് പരിപൂർണ്ണ മഗ്ഫിറത്ത് മർഹമത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സ്മരണകൾ, ഉന്നതമായ മാതൃകകൾ അള്ളാഹു പരമ്പരയായി നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു എല്ലാ ഖൈറുകളും നമുക്കും നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് നമ്മുടെ ബന്ധുമിത്രങ്ങൾക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ ഖൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ ഷർറുകളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ പറയപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഉദ്ഹിയയുടെ വിഷയത്തിൽ വലിയ ശ്രദ്ധ പുലർത്താൻ, ഗൗരവം കാണിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശിഷ്യ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട നമ്മളുടെ മുഴുവൻ സഹോദരീ സഹോദരന്മാരുടെയും അമലുകൾ അള്ളാഹു എളുപ്പമാക്കുകയും പരിപൂർണ്ണ ഈമാനോടെ ഇഹ്തിസാബോടെ അവർക്ക് ഹജ്ജിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ഹജ്ജിന്റെ നാളുകളിൽ ജനങ്ങൾ 4 വിഭാഗമാണ്. ഇതിലേതിൽ പെടണമെന്ന് നാം തീരുമാനിക്കുന്നു. ഒന്ന്, നമ്മളുടെ ശരീരവും അതുപോലെ മനസ്സും പരിശുദ്ധമായ ഹറമുകളിൽ എത്തിച്ചവർ. അള്ളാഹു എല്ലാ ഹാജിമാരെയും ഈ ഗണത്തിൽ പെടുത്തുമാറാകട്ടെ, മഹാഭാഗ്യവാന്മാർ. 2, ശരീരം എത്തിക്കാൻ സാധിച്ചില്ല നമ്മളെപ്പോലെ, പക്ഷേ മനസ്സ് നമ്മൾ മക്കയിലേക്ക് കൊടുത്തുവിടിൻ, മദീനയിലേക്ക് വിടിൻ. ഈ പറയപ്പെട്ടതുപോലെ നന്മകളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിക്കും. 3ാമത്തെ ആൾക്കാർ മഹാഭാഗ്യം കെട്ടവരാണ്. അവരുടെ ശരീരവും ദുന്യാവിൽ തന്നെയാണ്, മനസ്സും ദുന്യാവിൽ തന്നെയാണ്. 4ാമത്തവർ, അതിൽ നമ്മൾ ഒരിക്കലും പെടാൻ പാടില്ല. അവരുടെ ശരീരം പരിശുദ്ധമായ ഹറമിൽ അള്ളാഹു എത്തിച്ചു, എന്നിട്ട് മനസ്സ് ദുന്യാവിൽ തന്നെ കുടുങ്ങിയവർ. അള്ളാഹു ഇത്തരം അവസ്ഥകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അധികമായി നമുക്ക് നന്മകൾ പ്രവർത്തിക്കാൻ, അവസാനം ആ നന്മകളുടെ തണലിൽ
ഈ ലോകത്ത് നിന്ന് യാത്രയാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر لنا وارحمنا وارض عنا وتقبل منا وادخلنا الجنة ونجنا من النار واصلح لنا شأننا كله. اللهم حسن فروجنا ويسر لنا أمورنا. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ, സഹായിക്കണേ റഹ്മാനെ. പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹുവേ. പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ ദിനരാത്രങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ തൗഫീഖ് താ അല്ലാഹുവേ. ഹാജിമാരുടെ ഹജ്ജുകൾ, അവരുടെ അമലുകൾ നീ എളുപ്പമാക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്കും ഹാജിമാരെ പോലെ കഴിയാൻ തൗഫീഖ് താ അല്ലാഹുവേ. പാപങ്ങളിൽ നിന്നും അകന്നു കഴിയാൻ ഉദവി നൽകണേ അല്ലാഹുവേ. ഫർദുകളിൽ പരിപൂർണ്ണ ശ്രദ്ധ തരണേ അല്ലാഹുവേ. സുന്നത്തുകളും ദിക്റുകളും ദുആക്കളും സൽസ്വഭാവങ്ങളും വർദ്ധിപ്പിക്കാനും തൗഫീഖ് താ അല്ലാഹുവേ. ഏറ്റവും പ്രധാനമായി ഉദ്ഹിയ്യയിൽ പങ്കെടുക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹ്, ഉദ്ഹിയ്യയിൽ പങ്കെടുക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. അല്ലാഹുവേ, അതിന്റെ സിഫത്തോടുകൂടി ഞങ്ങൾക്ക് നിർവഹിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹുവേ. എല്ലാവിധ അപകടങ്ങൾ, കുഴപ്പങ്ങൾ, നാശനഷ്ടങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളുടെ നാടിന്റെ അവസ്ഥ നന്നാക്കണേ അല്ലാഹുവേ. ലോകത്തെല്ലാം ശാന്തി സമാധാനവും ഉണ്ടാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പ്രത്യേകിച്ച് കേരളത്തിൽ അല്ലാഹുവേ, എന്ത് നടന്നാലും മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്തുന്ന അങ്ങേയറ്റം വേദനാജനകമായ അവസ്ഥയെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ആളുകൾക്കും സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ കുറച്ച് സഹിച്ചും ക്ഷമിച്ചും നീങ്ങാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഈ നാട്ടിൽ ശാന്തമായ അന്തരീക്ഷം കൊണ്ടുവരണേ അല്ലാഹുവേ. വർഗീയതയും കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഇളക്കി വിടുന്നവരെപ്പറ്റി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത് യാ അല്ലാഹ് പടച്ചവനെ അവർക്ക് അതിൽ നിന്ന് പിന്മാറ്റാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, എല്ലാ ഖൈറുകളും തരണേ അല്ലാഹുവേ. എല്ലാ ഷറുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് പടച്ചവനെ, ബഹുമാനപ്പെട്ട സാലിഹ് ഉസ്താദിന് നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹുവേ. മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹുവേ. റഹ്മാൻ, ഇവിടെ എന്റെ ദീനിന്റെ ദഅവത്തിൽ വന്നിട്ടുള്ള കുഞ്ഞു മുഹമ്മദ് ഹാജിയാർക്ക് നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഹാഷിം ഹാജിയാർക്ക് നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹുവേ. എല്ലാ മർഹൂമുകളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ രോഗികൾക്ക് നീ ആഫിയത്ത് തരണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പരീക്ഷയുടെ റിസൾട്ട്, SSLC റിസൾട്ട് നീ വളരെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉദവി നൽകണേ അല്ലാഹുവേ. മദ്രസകളുടെ അഭിമാനം, സ്ഥാനം ഉയർന്ന നിലയിൽ എല്ലാ മക്കൾക്കും നീ ഉയർന്ന വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. സമുദായത്തിന് നീ മദ്രസയിലേക്ക് ശ്രദ്ധയും അതിലാണ് സമാധാനമെന്ന ചിന്തയും നൽകണേ അല്ലാഹുവേ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം.